ആഘോഷത്തിൻ്റെ പച്ചപ്പ് തന്നെയാണ്. അതിൻ്റെ വിശാലതയിലാണ് മലബാറിൻ്റെ സ്നേഹവിരുന്ന് യാത്രയാവുന്നത്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മൈത്രി മന്ദിരത്തിലാണ്. ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട്. അവരെല്ലാവരും നമ്മളെ കാത്തിരിക്കുകയായിരിക്കും. അവരോടൊത്ത് ആണ് ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കിടക്കാം, വരൂ. ജീവൻ ടി വി മലബാറിന്റെ സ്നേഹവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അത്തം മുതൽ തിരുവോണം വരെ ജീവൻ ടി വി 10 ദിവസമായിട്ട് നടത്തുന്ന ഓണാഘോഷ യാത്രയാണ് ഇത്. അതായത് നിങ്ങളെപ്പോലെയുള്ളവരുടെ കൂടെ ഓണം ആഘോഷിക്കുന്നതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ. അതായത് ഒരു നല്ല ഒരു മാളിക വീട്. ഇന്ന് ശരിക്കും കാണാനില്ല ഇങ്ങനെയുള്ള വീടുകളൊന്നും. വീടുകളെല്ലാം പൊളിച്ച് പണിത് പുതിയ വീടുകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല സുന്ദരി അമ്മമ്മമാരിയ്ക്കുന്നുണ്ട് കുറേ പേര്. നിങ്ങളുടെയൊക്കെ ഒരുപാട് പേർക്ക് പാട്ട് പാടാൻ അറിയാം. അതുപോലെ നിങ്ങളുടെ ഉള്ളിലൊക്കെ കലാകാരികളുണ്ട് അല്ലേ? ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ഒരു കല ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വത്സലാമ്മയുടെ പ്രാർത്ഥനയിൽ നിന്ന് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗണനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാന ശൃണ്വന്നോദിഭിः സീദസാദനം. പ്രണോ ദേവി സരസ്വതി വാജിനീവതി ധീനാമഭിത്രയവതു. ഗണേശായ നമഃ. സരസ്വത്यै നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നല്ലൊരു തുടക്കമായിരുന്നു വത്സലാമ്മയുടെ. നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഓർമ്മ വരുന്നത് ആദ്യം പൂക്കളം ഒരുക്കുന്നതാണ് അല്ലേ? ആ പൂക്കളം ഇവിടെ റെഡിയാണ്. അതുപോലെ നമ്മുടെ പായസത്തിനുള്ള 2 ചേച്ചിമാര് ഇവിടെ റെഡിയാണ്. അപ്പൊ പായസത്തിന്റെ പ്രിപ്പറേഷൻസ് ഒരു സൈഡിൽ നടക്കും. നമുക്ക് അങ്ങ് ഓണം ആഘോഷിക്കാൻ തുടങ്ങാം അല്ലേ? എന്താണ് എല്ലാവരുടെയും മുഖത്തും ഒരു നല്ല ചിരി വന്നിട്ട് കാണുന്നില്ലല്ലോ എല്ലാവരുടെ മുഖത്തും ചിരി? ഇവിടെ ഒരു അമ്മമ്മ ഇരിക്കുന്നുണ്ട്. ഈ അമ്മമ്മയാണോ ഇവിടെ ഏറ്റവും പ്രായം കൂടിയ അമ്മമ്മ? ലീലാവതി അല്ലേ? ഓക്കെ, അമ്മമ്മയുടെ മുഖം ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ. ഒന്ന് അങ്ങോട്ട് നോക്കാവോ? നമുക്കൊന്ന് എല്ലാവരും ഒന്ന് കാണണ്ടേ അമ്മമ്മയെ? അമ്മമ്മയുടെ കാലത്തൊക്കെ ഉള്ള ഓണം എന്ന് പറയുമ്പോ പൂട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ വല്ല പാട്ടോ കൂട്ടോ എന്തെങ്കിലും അത് ചെയ്യും. അമ്മമ്മക്ക് ഞാൻ നല്ലൊരു ഓണക്കോടി തരാൻ പോവാണ്. തരട്ടെ? ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആഹ്ലാദം ധോത്തീസ് ആണ്. നല്ലൊരു കയ്യടി കൊടുത്ത എല്ലാവരും. അപ്പോഴേ ഒരാൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനമുണ്ട്. നമ്മളിവിടെ ചെറിയ ചെറിയ ഗെയിമൊക്കെ നടത്താൻ പോകുന്നുണ്ട്. അതുപോലെ എനിക്കിപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, ഇവിടെ എല്ലാവരും ഈ സെറ്റ് മുണ്ടൊക്കെ ഇട്ട് ഇരിക്കുമ്പം ആ ഒരു കേരള തനിമയോടുകൂടി നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇതിലേറ്റവും ഭംഗിയുള്ള ഒരു അമ്മയ്ക്ക് നല്ലൊരു പ്രൈസ് കൊടുക്കണമെന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയുള്ളതായി തോന്നിയിരിക്കുന്ന അമ്മമാരിൽ ആരാണ്? ഇവിടെ ഒരു അമ്മമ്മ നല്ല കുറിയൊക്കെ തൊട്ട് നല്ല വട്ടത്തിലൊരു പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായി നല്ല ചിരിച്ചിരിക്കുന്നുണ്ട്. ആ അമ്മയെ എഴുന്നേറ്റ് ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എന്നാ അമ്മ വരും. നമ്മളെല്ലാ പ്രേക്ഷകരൊക്കെ ഒന്ന് അമ്മയെ ഒന്ന് കാണട്ടെ. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ. ഇത്ര പ്രായമായിട്ട് ഇത്ര സുന്ദരിയായിരിക്കുന്നില്ലേ? അമ്മയ്ക്ക് എത്ര പ്രായമായി?
75 വയസ്സായിട്ടും നല്ല സുന്ദരി അമ്മയാണ്. എന്താണ് ഓണം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്? ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താ ഓണം എന്ന് പറയുമ്പോൾ? എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും. അത് ഏറ്റവും വലിയൊരു ആദ്യം നമ്മൾ ഓർക്കുന്ന കാര്യം അതാണ്, ഭക്ഷണം അല്ലേ? സദ്യയാണ് പ്രത്യേകത അല്ലേ? സദ്യ സദ്യ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അച്ഛനമ്മ മക്കള് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ സന്ദർഭം ഒക്കെ ഓർമ്മ വരികയാണ്. സദ്യയില് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാ? പച്ചക്കറിയാ. സദ്യയിൽ ഏറ്റവും ഇഷ്ടം സാമ്പാറാണ്, ഏറ്റവും ഇഷ്ടമുള്ള വിഭവം. അപ്പൊ ഞാൻ നല്ലൊരു സമ്മാനം തരട്ടെ, ഓണപ്പുടുവ തരട്ടെ. ആഹ്ലാദം ധോത്തീസ് നൽകുന്ന നല്ലൊരു ഓണപ്പുടുവ നമ്മുടെ ഈ സുന്ദരി ദേവയാനി അമ്മയ്ക്ക് കൊടുക്കാൻ പോവാണ്. സന്തോഷായോ? ഞാനിവിടെ എത്തിയപ്പോ മഹാബലി തമ്പുരാനെ കണ്ടില്ല. മഹാബലി തമ്പുരാൻ ഇല്ലേ? ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മഹാബലി തമ്പുരാനെ നന്നായി ഒന്ന് കൈയടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. വൈകിയില്ല, ഞാൻ അന്വേഷിക്കുകയായിരുന്നു തമ്പുരാനെ കാണുന്നില്ലല്ലോ എന്ന്. അതേ സമയത്ത് തന്നെ എത്തിപ്പെട്ടു. തമ്പുരാൻ ഇവിടെ ഇരുന്നോളൂ. ഇനി നമുക്ക് നിറപുത്തരി ചടങ്ങിലേക്ക് കടക്കാം. ഇപ്പോ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ നിറപുത്തരി ചടങ്ങ്. അപ്പോൾ മലബാറിന്റെ സ്നേഹവിരുന്നിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ഒരു ചടങ്ങ് കാണാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചടങ്ങിലേക്ക് കടക്കുവാണ്. ഇല്ലന്നിറ വല്ലന്നിറ നിറനിറ പൊലിപൊലി ഇല്ലന്നിറ വല്ലന്നിറ നിറനിറ പൊലിപൊലി ഇല്ലന്നിറ വല്ലന്നിറ നിറനിറ പൊലിപൊലി. ഓണാഘോഷത്തിന്റെ പ്രധാന വിഭവമായ പായസം ഇവിടെ ചേച്ചിമാര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദിനേശ് കേര മിൽക്ക് ക്രീം വെച്ചിട്ട് ഉണ്ടാക്കുന്ന പായസമാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ അല്ലേ, നുണയോടെ കാത്തിരിക്കുന്നതെന്ന് പറയണോ? വേണ്ട അല്ലേ, നുണയൊന്നുമില്ല അല്ലേ. എന്നാലും പായസം എന്ന് പറയുമ്പോൾ നമുക്ക് നാവിൽ കുറച്ച് കപ്പലോടിക്കാനുള്ള വെള്ളമൊക്കെ വരും അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ചേച്ചിമാരിവിടെ പായസം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമുക്കതൊക്കെ കഴിക്കണം. അതിനു മുമ്പ് നമുക്കിനി ഒരു പാട്ടായാലോ? റെഡിയല്ലേ എല്ലാവരും? ശരി, അപ്പം ആരാണ് പാട്ട് പാടാൻ വരുന്നത്? നമുക്ക് ആദ്യം ഈ അമ്മയെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് അമ്മയുടെ പേര്? അംബിക. ഓക്കെ, അപ്പൊ അംബിക അമ്മയാണ് നമുക്ക് വേണ്ടി പാട്ട് പാടി തരാൻ പോകുന്നത്. ഓണപ്പാട്ടാണോ പാടുന്നത്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു ഒട്ടില്ലതാനും. നല്ലൊരു കയ്യടി കൊടുത്ത എല്ലാവരും. നല്ല പാട്ടായിരുന്നു അംബികാമ്മ. ഞാൻ വളരെയധികം സന്തോഷം. ഗ്രാൻഡ് തേജസ് പയ്യന്നൂർ നൽകുന്ന നല്ലൊരു ഓണക്കോടി സമ്മാനമുണ്ട്. സന്തോഷായില്ലേ? സന്തോഷായി. ഓക്കെ, ഇനി അങ്ങോട്ട് ഇരുന്നോളൂ. നമുക്കിനി ഒരു ഗെയിം ആയാലോ? അതിനു മുൻപ് എനിക്ക് ഒരു സമ്മാനം കൂടി നൽകണം. എല്ലാവരും നല്ല സുന്ദരി അമ്മമാരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള മുടിയുള്ള ഒരു അമ്മമ്മയ്ക്ക് ഞാൻ നല്ലൊരു സമ്മാനം നൽകാൻ പോവുകയാണ്. ആർക്കാണ് ഇതിൽ ഏറ്റവും നീളം കൂടിയ മുടിയുള്ളത്? ഉള്ളതിൽ നീളം കൂടിയ മുടി എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അമ്മയ്ക്കാണോ ഉള്ളതിൽ നീളം കൂടുതലുള്ളത്? ആണോ? നല്ല ചിരിയാണ്. ഈ ചിരി ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാണണം. നീളം കൂടിയ ചിരി. അമ്മ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പിടിച്ചാലോ? അമ്മയുടെ പേരെന്താ? പേര് പറയൂ. സരോജിനി എന്നാണ് ഈ അമ്മയുടെ പേര്. ചെവിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. നല്ലൊരു ചിരി ചിരിച്ചേ. ഈ ചിരിയാണ് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തത്. ഞാനൊരു ഉമ്മ വരട്ടെ. ഇപ്പൊ സ്നേഹം തോന്നിയില്ലേ?
അതൊന്നുമില്ല അമ്മേ, അങ്ങനെ പറയല്ലേ. അതൊന്നുമില്ല. നമ്മളിവിടെ എത്തിയത് എന്തിനാ? നിങ്ങളെപ്പോലെ നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും ഓണം ആഘോഷിക്കാം അല്ലേ? ഓണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഘോഷിക്കാം. നമ്മൾ ഈ ജീവൻ TV മലബാറിന്റെ സ്നേഹവിരുന്നുമായി നിങ്ങളുടെ അടുത്ത് എത്തിയത് എന്തിനാ? നിങ്ങളെപ്പോലുള്ളവർക്കാണ് സ്നേഹം വേണ്ടത്. അല്ലെങ്കിൽ ഒരുപാട് പേര് എല്ലാവരുടെയും രീതിയിൽ ഓണം ആഘോഷിക്കുന്നു. അപ്പൊ നമ്മൾ നിങ്ങളെ സെലക്ട് ചെയ്തത് എന്തിനാ? നിങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. കോഴിക്കോട് മലബാർ ഹോസ്പിറ്റൽസ് നൽകുന്ന നല്ലൊരു ഓണപ്പുടവ. അയ്യോ, താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അനിലേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്കൊരു മിമിക്രി കാണാം. മലയാള സിനിമയിലെ ശബ്ദഗാംഭീര്യം ശ്രീ ജനാർദ്ദനൻ സാറ് ഇന്ന് ഈ വേദിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ശ്രീ ജനാർദ്ദനൻ സാർ ആരാല്ലേ? ജനാർദ്ദനൻ സാർ. ഓക്കെ. അടുത്തതായിട്ട് ശ്രീ VS അച്യുതാനന്ദൻ. വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ജീവൻ ടിവിയുടെ കൂടെ മലബാറിന്റെ സ്നേഹവിരുന്ന് എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളെ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. എന്നാ മൺമറഞ്ഞു പോയ ശ്രീ ലീഡർ ശ്രീ കരുണാകരൻ സാറ് ഇന്ന് ഈ വേദിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒറ്റക്കൂടി കാണാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും വളരെയധികം സന്തോഷം. അനിലേട്ടാ, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തേ അനിലേട്ടന്. അപ്പൊ എല്ലാവർക്കും ഈ പാട്ട് അപ്പൊ നിങ്ങള് ഉണ്ടാക്കിയ പായസം കുടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കും. ഓക്കെ, പായസം റെഡി ആവുന്നേ ഉള്ളൂ അല്ലേട്ടാ. പായസം റെഡി ആവുന്നേ ഉള്ളൂ, അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ലേട്ടൻ ഇവിടെ ഇരുന്നോളൂ. നമുക്ക് അടുത്ത ഒരു ഗെയിമിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. ഒരു ഗെയിം കളിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത് അല്ലെ? കളിക്കാൻ നമുക്ക് എത്ര പ്രായമായി കഴിഞ്ഞാലും കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു മക്കള് തൊട്ട് എത്ര പ്രായമായി കഴിഞ്ഞാലും കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അല്ലെ? അപ്പൊ ഞാൻ നിങ്ങളെ ഇവിടെ ഒരു ഗെയിം കളിപ്പിക്കാൻ പോവാണ്. ഇത് പാസിംഗ് ഗെയിമാണ്. 4 പേര് എന്റെ അടുത്തേക്ക് വന്നേ. 4 അമ്മമാർ എന്റെ അടുത്തേക്ക് വന്നേ. 4 പേര്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിമിലുള്ള 4 അമ്മമാർ ഇവിടെ റെഡിയാണ്. ഈ മുണ്ട് ഞാൻ ഈ അമ്മയ്ക്ക് തരുവാണ്. ഈ മുണ്ട് നമ്മളിവിടെ ഒരു പാട്ടിടും. ആ പാട്ടിടുന്ന സമയത്ത് മുണ്ട് ഈ അമ്മയ്ക്ക് കൊടുക്കുക, ഈ അമ്മ ഈ അമ്മയ്ക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ പോയി നിൽക്കണം. അത് കഴിഞ്ഞ് അങ്ങനെ പോയി നിൽക്കാൻ ബുദ്ധിമുട്ടില്ല, ആരും ഇല്ലല്ലോ, കുറച്ച് നടക്കാനൊന്നും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തന്നെ തിരിച്ച് റിവേഴ്സ് അങ്ങനെ അങ്ങ് പാസ് ചെയ്താൽ മതി. അപ്പൊ മ്യൂസിക്, നമ്മുടെ പാട്ട് നിൽക്കുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ മുണ്ടുള്ളത് അവർ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. മനസ്സിലായല്ലോ? തുടങ്ങാം. അപ്പൊ മ്യൂസിക് പ്ലീസ്. മുണ്ട് പാസ് ചെയ്യൂ. നല്ല കൈയടി കൊടുത്തേ, നല്ല കൈയടി കൊടുത്തേ. നന്നായി കൈയടിച്ചേ. അപ്പൊ ആ അമ്മ ഈ ഗെയിമിൽ നിന്ന് ഔട്ടായി. ഇനി 3 പേരാണ് ഈ ഗെയിമിലുള്ളത്. മ്യൂസിക് പ്ലീസ്. അമ്മയാണ് ഈ അമ്മയാണ്. മുണ്ട് കയ്യിൽ നിൽക്കുന്ന ആളാണ്. തന്നത് വാങ്ങാൻ പാടില്ലായിരുന്നു. ഓ, അവിടെ ആയിക്കോളൂ. ഇനി 2 പേര് തമ്മിലാണ് മത്സരം. അമ്മയുടെ പേര് ദേവകി അമ്മയും സരോജിനി അമ്മയും കൂടി അടിപൊളി തകർത്ത് ഇവിടെ മത്സരിക്കാൻ പോവാണ്. നല്ല കയ്യടി വേണം കേട്ടോ. റെഡി അല്ലേ? മ്യൂസിക് പ്ലീസ്. ഈ അമ്മയ്ക്ക് വാങ്ങാൻ പേടിക്കൊണ്ട്
വാങ്ങാൻ പേര്. വാങ്ങിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും കൊടുക്കാം സമ്മാനം. സമ്മാനം ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾക്ക് സമ്മാനം തരാൻ വേണ്ടിയാണ് വന്നത്. സരോജിനി അമ്മയ്ക്കാണ് ഒന്നാം സമ്മാനം. മുണ്ട് കയ്യിൽ ഓൾറെഡി പിടിച്ചു നിൽക്കുവാണ്. ആഹ്ലാദം ധോത്തീസ് നൽകുന്ന നല്ലൊരു സെറ്റുമുണ്ട്. സന്തോഷായില്ലേ രണ്ടുപേർക്കും? സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ശരി, അങ്ങോട്ടിരുന്നോളൂ. അപ്പോൾ നമ്മൾ നല്ലൊരു ഗെയിമൊക്കെ കളിച്ചു, എല്ലാവരും എനർജറ്റിക് ആയി. ഇനി നമുക്ക് പായസം റെഡി ആയോ നോക്കണ്ടേ? കുറേ സമയമായി. രണ്ടമ്മമാരിവിടെ പായസം ഉണ്ടാക്കുന്നു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചെറുപയർ പരിപ്പ് പായസമാണ് ഈ ചേച്ചിമാരുണ്ടാക്കിയ പായസം. ഇന്ന് ഞാനാണ് ആദ്യം ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്ഥിരം ഇവിടെ കഴിക്കുന്നതല്ലേ അല്ലേ? ഇന്ന് ഞാനാണ് ആദ്യം ടേസ്റ്റ് നോക്കാൻ പോകുന്നത്. കൊള്ളാം, അടിപൊളി. ചെറുപയർ പായസം അടിപൊളി. ഇതാരാണ്? രണ്ടുപേരും കൂടി ചേർന്നാണ് ഉണ്ടാക്കിയത് അല്ലേ? അപ്പൊ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയ ദിനേശ് കേരാമിൽ ക്രീം വെച്ചിട്ടുണ്ടാക്കിയ തേങ്ങാപ്പാൽ പായസം, ചെറുപയർ പരിപ്പ് പായസം അടിപൊളി. അപ്പൊ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയ ചേച്ചിമാർക്ക് ആഹ്ലാദം ധോത്തീസ് നൽകുന്ന നല്ലൊരു ഓണപ്പുടവ സമ്മാനമുണ്ട്. എല്ലാവരും നന്നായി കൈയടിച്ചേ. ഇത് ഈ ചേച്ചിക്ക്. തീർന്നില്ല, നമ്മുടെ ദിനേശ് ചായപ്പൊടി. ഈ ചായപ്പൊടി എന്തിനാ തരുന്നറിയോ? അറിയാവോ? സദ്യ റെഡിയാണ്, സദ്യ കഴിക്കും, ചായയും കുടിച്ചേ ഞാൻ ഇവിടെ നിന്ന് മടങ്ങുള്ളൂ. അപ്പോൾ ചായപ്പൊടി, അതുപോലെ തന്നെ ദിനേശ് പൈനാപ്പിൾ ജാം. ഇനി നമ്മളിവിടെ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. ഒരു സുന്ദരിയുടെ ഫോട്ടോ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ സുന്ദരിക്ക് ഒരു പൊട്ട് കുത്തണം. കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് ആരാണ് കറക്റ്റ് സ്പോട്ടിൽ, നമ്മൾ പൊട്ട് തൊടുന്നത് പുരുകത്തിന്റെ നടുവിലാണ് അല്ലേ? ആ പുരുകത്തിന്റെ നടുവിൽ ആരാണ് കറക്റ്റായിട്ട് പൊട്ട് കുത്തുന്നത് അവർക്ക് നല്ലൊരു സമ്മാനമുണ്ട്. ശരിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സുന്ദരിയുടെ ഫോട്ടോ ഞാനിങ്ങ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമിന്റെ സുന്ദരിയുടെ റെഡി ആയിട്ടുണ്ട്. ഈ സുന്ദരിക്ക് പൊട്ട് തൊടാനുള്ള ഒരാളിവിടെ റെഡി ആയി നിൽപ്പുണ്ട്. നല്ല ക്ലാപ്പ് ചെയ്തേ. ഓക്കെ, കെട്ടഴിക്കാം. ടൈറ്റ് ആയിട്ട് ഇവിടെയാണ് പൊട്ട് തൊട്ടിരിക്കുന്നത് കേട്ടോ. ശരി, അടുത്ത ആള്. പൊട്ടുകളുടെ പ്രവാഹമാണ് ഈ സുന്ദരിയുടെ മുഖത്ത്. ഏറ്റവും അടുത്ത്, അതായത് പുരികത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ലാസ്റ്റ് വന്ന അമ്മയാണ്. അപ്പൊ നമുക്ക് ആ അമ്മയെ നമുക്ക് വിന്നറായിട്ട് പ്രഖ്യാപിക്കാം അല്ലേ? അമ്മ വരൂ. ആഹ്ലാദം ധോത്തീസ് നൽകുന്ന നല്ലൊരു അടിപൊളി സെറ്റുമുണ്ടുണ്ട്. അങ്ങോട്ട് നോക്കി പ്രേക്ഷകരെ എല്ലാവരും കാണട്ടെ അമ്മയുടെ മുഖം ഒന്ന്. അവസാനം വന്ന് പ്രൈസ് മേടിച്ചു കൊണ്ടുപോയി കേട്ടോ. ശരി, സന്തോഷായോ?
ആണല്ലേ? ഓക്കെ. പതിവ് പോലെ നമ്മുടെ ജീവൻ TV മലബാറിൻ്റെ സ്നേഹവിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സാധു മേരി കിങ്ഡം അമ്യൂസ്മെൻറ്റ് പാർക്ക് നൽകുന്ന കോംപ്ലിമെൻ്ററി പാസ് ഉണ്ട്. അത് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മാനേജിംഗ് ട്രസ്റ്റിയായ രാജ അവറുകളെ ക്ഷണിക്കുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷത്തിനായി ഞങ്ങളോടൊപ്പം ജീവൻ TV സംഘം മുഴുവൻ നമ്മുടെ കൂടെ ഇത്ര നേരം വന്നതിനും നമ്മുടെ കൂടെ ഇരുന്നതിനും വളരെ സന്തോഷം, നന്ദി. ഓണാശംസകൾ നേരുന്നു. ഞങ്ങളുടെ അമ്മമാരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോടൊത്ത് ഓണം ആഘോഷിക്കാൻ സാധിച്ചതിൽ. പ്രേക്ഷകരെല്ലാം നിങ്ങളുടെ കലാവിരുന്നുകളെല്ലാം നന്നായി ആസ്വദിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷായില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ജീവൻ TVയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പൊ നമ്മുടെ അനിലേട്ടന്റെ പാട്ടിലേക്ക് കിടക്കാം നമുക്ക്. അനിലേട്ടാ, നല്ലൊരു പോകുമ്പോൾ വിട്ടുവരമ്പത്തോരു ജനത്തണ്ടേ ആ ജനത്തണ്ട ചിന്തിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് നമ്മോ ചെറുപന്നേ അട്ടക്കുണ്ടിര കണ്ടിച്ചേ എന്നോട് കളിക്കണ്ട എന്നോട് കളിച്ചാൽ നമ്മൾ കെട്ടിക്കേ. ആ അട്ടക്കുണ്ടിര കണ്ടിച്ചേ എന്നോട് കളിക്കണ്ട എന്നോട് കളിച്ചാൽ നമ്മൾ കെട്ടിക്കേ. ഞാനും കൂടി വിട്ടുവരമ്പേ പോകുമ്പോൾ വിട്ടുവരമ്പത്തൊരു ജനത്തണ്ട് ആ ജനത്തണ്ട ചീറ്റിക്കൊണ്ട് വാഞ്ഞെടുത്ത് വന്നപ്പോ